Hello everyone, welcome back to my channel. Linus Planet's പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഡയറ്റീഷ്യൻ ലിൻഷ ഷെറിൻ. ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് കോവിഡ് പോസിറ്റീവായ അതല്ലെങ്കിൽ പ്രൈമറി കോൺടാക്റ്റ് വന്ന ഒരാൾ, ക്വാറന്റൈനിൽ ഇരിക്കുന്ന ഒരാൾ ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണക്രമങ്ങളാണ് പാലിക്കേണ്ടത്, അവർ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആയിട്ടാണ്. സോ നമുക്കറിയാം, കോവിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഒരു RNA വൈറസ് ആണ്. ഇത് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിന് വരുത്തുന്ന കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാക്കും, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. അത് പല അവയവങ്ങളിലാവാം, അതല്ലെങ്കിൽ നമ്മുടെ ശരീരം ത്രൂ ഔട്ടും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കണ്ടീഷൻസിൽ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ചുമ ഉണ്ടാവാം, ചില ആളുകൾക്ക് ഡയേറിയ വരാം, കൂടിയ തോതിലുള്ള പനി വരാം, തലവേദന, ഉറക്കമില്ലായ്മ, മറ്റ് ബുദ്ധിമുട്ടുകളും ന്യൂമോണിയ പോലുള്ള കോംപ്ലിക്കേഷൻസിലേക്കും അത് എത്താറുണ്ട്. സോ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻ നമുക്ക് ഡയറ്റിലൂടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? നമുക്കറിയാം, കോവിഡിന് നമുക്ക് ഇതുവരെ ഒരു ഫലപ്രദമായിട്ടുള്ള മെഡിസിൻ കണ്ടെത്താനായിട്ടില്ല. സോ നമുക്ക് ഡയറ്റിലൂടെയും സപ്ലിമെൻറ്റ്സിലൂടെയും ഒക്കെയാണ് ഈ കോവിഡിനെ മാനേജ് ചെയ്യാൻ കഴിയുന്നത്. സോ കോവിഡ് ഉള്ളവർ ഡയറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്ന ഡയറ്റ് എടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഡാമേജസ് കോവിഡ് മൂലം വന്നിട്ടുണ്ടെങ്കിൽ അത് ക്യൂർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആവണം. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ക്ഷീണം, അതുപോലെ തന്നെ കോവിഡ് മൂലം നമുക്ക് വെയിറ്റ് ലോസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് റീസ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആവണം. പിന്നെ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടും ഈ കോവിഡ് റെസ്പോൺസിൽ വന്നിട്ടുള്ള ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡയറ്റ് പ്ലാൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ മെയിൻലി 3 ആയിട്ട് തരംതിരിക്കാം. അതായത് എനർജി നൽകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം നൽകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ. ഇതെന്തിനാണെന്നല്ലേ, നമ്മുടെ ശരീരത്തെ എപ്പോഴും ഇമ്മ്യൂണിറ്റി ആക്ടിവേറ്റ് ആണ്. അതൊരു സർവൈലൻസിലാണ്. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈറസോ ബാക്ടീരിയയോ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും കോവിഡ് വൈറസ് പോലുള്ള ഒരു അറ്റാക്ക് കണ്ടു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ഒന്നും കൂടി ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും, അത് ആക്ടിവേറ്റഡ് ആവും. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിക് റേറ്റ് കൂടും. ഈ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും വൈറസ് അറ്റാക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ പനി വരാം. അപ്പോൾ മെറ്റബോളിക് റേറ്റ് കൂടും. ആ മെറ്റബോളിക് റേറ്റ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഊർജ്ജം വളരെയധികം അത്യാവശ്യമാണ്. സോ ഊർജ്ജം നൽകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതായത് നല്ല നാരോട് കൂടിയ അരി ഭക്ഷണങ്ങളാവാം, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുക, നമ്മുടെ ഫാറ്റ് റിച്ച് ആയിട്ടുള്ള നല്ല കൊഴുപ്പുള്ള കാര്യങ്ങൾ കഴിക്കാം, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാം. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം നൽകും. അടുത്തതായിട്ട് ബോഡി ബിൽഡിംഗ് ഫുഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് പ്രോട്ടീൻസും നല്ല ഫാറ്റി ആസിഡ്സും ആണ് നമ്മൾ ബോഡി ബിൽഡിങ്ങിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കോവിഡ് വൈറസ് കാരണം അല്ലെങ്കിൽ ഈ പനി കാരണം നമ്മുടെ ശരീരത്തിന് വന്ന ഡാമേജസ് ഒക്കെ മാറ്റാനും പുതിയ പുതിയ ടിഷ്യൂസ് ഒക്കെ പെട്ടെന്ന് ഉണ്ടായി വരാനും ഒക്കെയാണ് നമ്മൾ ഈ ബോഡി ബിൽഡിംഗ് ഫുഡ് എടുക്കുന്നത്. ചില ആളുകൾ കോവിഡ് കാരണം ഒരുപാട് വെയിറ്റ് ലോസ് വന്നിട്ടുണ്ടാകും. സോ വെയിറ്റ് റിസ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ ഹെയർ ഫോള്, വായ്പുണ്ണ് പോലുള്ള അസുഖങ്ങളൊക്കെ ഇതിൻ്റെ കോംപ്ലിക്കേഷനായിട്ടും നമ്മുടെ ഈ ഒരു ആൻറ്റിബയോട്ടിക് തെറാപ്പിയുടെ ബുദ്ധിമുട്ടായിട്ടൊക്കെ വരാം. അത്തരത്തിലുള്ള കണ്ടീഷനൊക്കെ ക്യൂർ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. സോ എന്തൊക്കെയാണ് ഈ ബോഡി ബിൽഡിംഗ് ഫുഡ് എന്നല്ലേ? മെയിൻലി അത് നോൺ വെജിലാണ് ഉണ്ടാവുക. നമുക്ക് ലീൻ മീറ്റ് എടുക്കാം, അതായത് കോഴി ഇറച്ചി എടുക്കാം, സൂപ്പുകൾ എടുക്കാം, എഗ് വൈറ്റ്സ് എടുക്കാം, നല്ല കൊഴുത്ത മത്സ്യങ്ങൾ എടുക്കാം, അതുപോലെ തന്നെ നട്ട്സ് എടുക്കാം, പയറിനങ്ങൾ എടുക്കാം, റാഗി പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട്. അടുത്തതായിട്ട് നമ്മുടെ ഡയറ്റിൽ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ആണ് ഉൾപ്പെടുത്തേണ്ടത്. ഈ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറയുമ്പോൾ ഈ കോവിഡ് വൈറസിൻ്റെ അറ്റാക്കിനെതിരെയും നമ്മുടെ ബോഡിയിലെ മറ്റ് ഓർഗൻസിനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നതിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഫുഡ്സാണ്. ഇപ്പോൾ എല്ലാവരെയും കോവിഡ് ഒരുപോലെയല്ല ബാധിക്കുന്നത്. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവിനനുസരിച്ചും നമ്മുടെ ഡയറ്റ് അനുസരിച്ചും ഒക്കെ മാറ്റം ഉണ്ടാകും. നമുക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് അത് മാറ്റം ഉണ്ടാകും. സോ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ മറ്റ് ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കഴിവുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇത് മെയിനായിട്ടും ട്രേസ് എലമെൻസും വൈറ്റമിൻസും ആണ്. ട്രേസ് എലമെൻറ്റ്സ് ആയ മഗ്നീഷ്യം, ഫോളേറ്റ്, സെലീനിയം, അയേൺ, സിങ്ക് പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വൈറ്റമിൻസ് ആയ A, D, E, C, വൈറ്റമിൻ B6, വൈറ്റമിൻ B12 പോലുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടും. റോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കും. കൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ വൈറസ് അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ നീർക്കെട്ടുണ്ടാകും എന്ന് പറഞ്ഞു, അത്തരത്തിലുള്ള നീർക്കെട്ടുകളെ കുറയ്ക്കാൻ സഹായിക്കും. വൈറസിനെ നമ്മുടെ ശരീരത്തിൽ വെച്ച് ഇവ കൊല്ലും. അതുപോലെ ഒരു ആൻറ്റിജൻ്റെ അളവ് കൂട്ടാൻ, ഈ ശരീരത്തിൽ വൈറസ് കയറി കഴിഞ്ഞാൽ ആൻറ്റിജൻ പ്രൊഡക്ഷനെയും ആൻറ്റിബോഡി പ്രൊഡക്ഷനും ഒക്കെ സഹായിക്കുന്നത്. പോരാതെ വൈറ്റമിൻ ഇയും വൈറ്റമിൻ എയും നമ്മൾ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ വാക്സിനേഷനോടുള്ള റെസ്പോൺസ് കൂട്ടാനായിട്ട് സഹായിക്കും. വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡിയും ആണെങ്കിൽ നമ്മുടെ ഈ ഒരു കോവിഡ് പ്രോഗ്രസ് ചെയ്ത് ന്യൂമോണിയ പോലുള്ള കണ്ടീഷനിലേക്ക് എത്താതെ നമ്മുടെ ശരീരത്തെ. അടുത്തതായിട്ട് ട്രേസ് എലമെൻറ്റ്സ് ആണ്. സിങ്ക് പോലുള്ള എലമെൻറ്റ്സ് നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനുള്ള അളവിലുണ്ടെങ്കിൽ കോവിഡ് വൈറസ് ആയ RNA വൈറസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്, അതിൻ്റെ എണ്ണം കൂടി പെരുകാനായിട്ട് സാധിക്കില്ല. അതുവഴി നമുക്ക് ഇൻഫെക്ഷൻ്റെ തോത് കുറയ്ക്കും. അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ ശ്വാസകോശത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു.
അതുപോലെ തന്നെയാണ് കോപ്പർ, മഗ്നീഷ്യം, അയൺ, ഫോളേറ്റ് പോലുള്ള മറ്റ് വൈറ്റമിൻസ്. ഇതിൻ്റെയൊക്കെ മെയിൻ റോൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റീവ് ആക്ഷനാണ്. നമ്മുടെ ശ്വാസകോശത്തെയും മറ്റ് ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിനെ നിലനിർത്താനും പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോകാതെ നോക്കാനും. കാരണം ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് ത്രോംബോസിസ്, അതായത് രക്തം കട്ട പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിലേക്ക് എത്തിക്കാതെ നമ്മുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞു ഗുഡ് ഫാറ്റ്സ് പോലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ ബോഡി ബിൽഡിംഗ് ഫുഡ്സ് ആണ്. ഇത് വേറൊരു റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സിങ്കിൻ്റേത് പറഞ്ഞ പോലെ തന്നെ ഈ RNA വൈറസിൻ്റെ റെപ്ലിക്കേഷനെ അത് തടയും. അതായത് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിയിൽ അതിന് സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ലങ്ങിനെ ഇത് ബാധിക്കുകയാണെങ്കിൽ, ലങ്ങിന് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ അതൊന്ന് പെട്ടെന്ന് നമ്മുടെ ലങ്സിനെ ഹീലാക്കാൻ സഹായിക്കും. ടോട്ടൽ നമ്മുടെ ബോഡിക്ക് ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ടും സഹായിക്കും. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രോബയോട്ടിക്സ് ആൻഡ് പ്രീബയോട്ടിക്സ്. സോ ഈ പ്രോബയോട്ടിക്സ് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കൈകളിൽ, സ്കിന്നിൽ, അതുപോലെ തന്നെ നമ്മുടെ ആമാശയത്തിലും മറ്റുമാണ് കാണപ്പെടുന്നത്. ഇത് നമ്മുടെ ശരീരത്തിന് ഹെൽത്തിന് വളരെയധികം പ്രധാനമാണ്. കോവിഡ് വൈറസിനെതിരെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റി നൽകാനും ഇതിൻ്റെ കോംപ്ലിക്കേഷനിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്സും ഡയറ്റിൽ ഉൾപ്പെടുത്തൽ അനിവാര്യമാണ്. ഫുഡായിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് സപ്ലിമെൻറ്റ്സ് ആയിട്ട് എടുക്കാം. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വാട്ടർ ഇൻടേക്ക്. ഏകദേശം ഒരു 40 തൊട്ട് 60 കിലോഗ്രാം വരെ വെയിറ്റുള്ള ഒരു അഡൾട്ടിന് 1.5 തൊട്ട് 2 ലിറ്റർ വരെ വെള്ളം എടുക്കണം. 60 തൊട്ട് 80 കിലോ വരെ വെയിറ്റുള്ള ഒരാൾക്ക് 2 തൊട്ട് 2.5 ലിറ്റർ വരെ വെള്ളം കുടിക്കണം. അതുപോലെ 80 kgക്ക് മുകളിലാണ് നിങ്ങളുടെ ശരീരഭാരമെങ്കിൽ ഒരു 3 ലിറ്ററിൻ്റെ മുകളിൽ നിങ്ങൾ വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ മറ്റു കണ്ടീഷൻസ് അനുസരിച്ച് മാറാം. നമുക്ക് വോമിറ്റിംഗ്, അതുപോലെ ലൂസ് മോഷൻ, അതല്ലെങ്കിൽ എന്തെങ്കിലും യൂറിനറി ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാട്ടർ ഇൻടേക്ക് കൂട്ടണം. അതുപോലെ നമുക്ക് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള വല്ല അസുഖങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ ഇൻടേക്ക്. സോ നോർമൽ ആയിട്ടുള്ള ഒരു അഡൾട്ട് ഏകദേശം 2000 കിലോ കാലറിയാണ് കഴിക്കേണ്ടത്. അവർക്ക് മറ്റു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ. ഇതിൽ കൂടുതൽ നമ്മൾ കഴിക്കുന്നതും ഇതിൽ കുറവ് കഴിക്കുന്നതും നമ്മുടെ ഇമ്മ്യൂണിറ്റിനെയും അതുപോലെ തന്നെ റിക്കവറിനെയൊക്കെ ബാധിച്ചേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് ഞാൻ ഇന്ന് തരാൻ പോകുന്നത്. നമുക്ക് ഒരു ദിവസത്തെ ഹെൽത്തി ഡയറ്റ് പ്ലാനിലേക്ക് പോകാം. രാവിലെ എണീറ്റ് ഉടനെ വയറ് കാലിയായിരിക്കുന്ന സമയത്ത് ചായ, കാപ്പി പോലുള്ള കാര്യങ്ങൾ എടുക്കുന്നത് നമുക്ക് അസിഡിറ്റി കൂട്ടാനും ഇൻഫ്ലമേഷൻ കൂട്ടാനും സാധ്യതയുണ്ട്. സോ നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് തേൻ ഒഴിച്ച് കുടിക്കാം. അതല്ലെങ്കിൽ ചുക്ക് കാപ്പി പോലുള്ള കാര്യങ്ങൾ എടുക്കാവുന്നതാണ്. ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഡ്രിങ്ക്സും അസിഡിറ്റി കൂട്ടും. അപ്പോൾ നമ്മുടെ വയറിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ലാത്ത പക്ഷം ഇളം ചൂടുവെള്ളം 2 ഗ്ലാസ് കുടിക്കുക. എഴുന്നേറ്റ് അരമണിക്കൂറിനുള്ളിലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഏകദേശം ഒരു ദിവസം ആവശ്യമുള്ള എനർജിയുടെ ഒരു മേജർ പോർഷൻ നമുക്ക് ലഭിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ്. സോ ഒരു കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള നാരോട് കൂടിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ അതിൻ്റെ കൂടെ പ്രോട്ടീനും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇഡ്ഡലി, ദോശ, പുട്ട് പോലുള്ള കാര്യങ്ങൾ എടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ ചെറുപയർ, കടല, എഗ് പോലുള്ള കാര്യങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. എഗ് ഇൻടേക്ക് ഒരു ദിവസം രാവിലെ ഒരു മുഴുവൻ മുട്ട, ഉച്ചയ്ക്ക് 2 മുട്ട വെള്ള, രാത്രി 1 മുട്ട വെള്ള എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ നൽകും. 3 നേരം ഈക്വലായിട്ട് പ്രോട്ടീൻ എടുക്കുന്ന സമയത്ത് പ്രോട്ടീൻ അബ്സോർപ്ഷൻ കൂടുന്നതാണ്. ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നവർ, അല്ലെങ്കിൽ രുചിയില്ലായ്മ, വിശപ്പില്ലായ്മ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് കിഷ്ടി പോലുള്ള കാര്യങ്ങൾ കഴിക്കാം. കിഷ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് നുറുക്ക് ഗോതമ്പ്, പരിപ്പ് പോലുള്ള കാര്യങ്ങൾ ചേർത്ത് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കഞ്ഞി പരുവത്തിൽ കഴിക്കാൻ പറ്റുന്ന കാര്യം. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഭക്ഷണമായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാനും നമ്മുടെ എനർജി ഇൻടേക്ക് ബാലൻസ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 1.5 മണിക്കൂറിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഡ്രിങ്ക്സ് എടുക്കാം. മോരിൻ വെള്ളം എടുക്കാം, 1 കപ്പ് പാല് കുടിക്കാം. എല്ലാം ഇളം ചൂടിലോ അതല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജ്യൂസിനേക്കാൾ നല്ലത് നമ്മൾ ഫ്രൂട്ട്സ് മുഴുവനായിട്ട് കഴിക്കുന്നതാണ്. കഴിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ നമുക്ക് മധുരം ചേർക്കാതെ ജ്യൂസസ് ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് റാഗി കുറുക്ക്, ഓട്സ് കുറുക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ അടുത്തതായിട്ട് ലഞ്ചാണ് എടുക്കാൻ പോകുന്നത്. ലഞ്ച് എടുക്കുമ്പോൾ കൂടുതൽ പനിയുള്ള സമയമാണെങ്കിൽ, നമുക്ക് ച്യൂ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിൽ നല്ല മട്ടയരി കഞ്ഞി എടുക്കാൻ ശ്രദ്ധിക്കുക. ഈ കഞ്ഞിയിൽ നമുക്ക് തേങ്ങാപ്പാലോ ചെറുപയറോ ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് എനർജി റിച്ച് ആയിട്ടുള്ള ഒരു മീൽ തന്നെയാവും അത്. അതിൻ്റെ കൂടെ ധാരാളം വെജിറ്റബിൾസ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതലായിട്ട് പച്ചയായിട്ട് വെജിറ്റബിൾസ് എടുക്കേണ്ട, ഒന്നെങ്കിൽ വേവിച്ചോ ആവി കയറ്റിയോ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞത് പ്രകാരം 1 കോഴിമുട്ടയോ അല്ലെങ്കിൽ 2 കോഴിമുട്ടയുടെ വെള്ള നമുക്ക് ഈ ഒരു സമയത്ത് ഫുഡിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. നല്ല കൊഴുത്ത മത്സ്യങ്ങൾ ആഴ്ചയിൽ ഒരു 4 ദിവസം എങ്കിലും കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ആവശ്യമുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നൽകുന്നതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു നമ്മൾ പ്രോബയോട്ടിക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. സോ കഞ്ഞിയുടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ നമുക്ക് 1 കപ്പ് തൈര് കഴിക്കാം. 4 മണിക്ക് നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് എടുക്കാം. നമ്മൾ മുൻപേ റാഗി കഴിച്ചിട്ടില്ലെങ്കിൽ റാഗി കുറുക്ക് കഴിക്കാം. ഓട്സ് വെച്ച് ഉപ്മാവ് പോലെ ഉണ്ടാക്കി കഴിക്കാം. അതല്ലെങ്കിൽ നമ്മൾ രാത്രി എഗ് വൈറ്റ് കഴിക്കാൻ
ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ മുൻപ് നമുക്ക് 4 മണിയാകുമ്പോൾ ഹോൾ എഗ്ഗോ അല്ലെങ്കിൽ എഗ് വൈറ്റോ കഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് മുളപ്പിച്ച പയർ ജസ്റ്റ് ആവി കയറ്റി സാലഡ് പോലെ കഴിക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് ബ്രെഡ്, ബിസ്ക്കറ്റ്, പാക്കറ്റ് ഭക്ഷണങ്ങൾ, ഹൈ കാലറി ഫുഡ്സ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ റിക്കവറിനെ സ്ലോ ആക്കും, നമ്മുടെ ബോഡിക്ക് കൂടുതൽ സ്ട്രെസ് നൽകും. സോ ഒരു 6 മണി അല്ലെങ്കിൽ ഒരു 6:30 ആകുമ്പോഴേക്കും നമ്മൾ എന്തെങ്കിലും സാലഡ് പോലുള്ള കാര്യങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചില ആളുകൾക്കെങ്കിലും ഈ ആൻറ്റിബയോട്ടിക് തെറാപ്പി, മെഡിസിനൽ തെറാപ്പിയുടെയൊക്കെ ഭാഗമായിട്ട് കോൺസ്റ്റിപ്പേഷൻ വരാറുണ്ട്. അത്തരക്കാർ നിർബന്ധമായിട്ടും ഈ ഒരു സമയത്ത് എന്തെങ്കിലും സാലഡ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഫ്രൂട്ട്സ് ആവാം, വെജിറ്റബിൾസ് ആവാം. വെജിറ്റബിൾസ് ആണെങ്കിൽ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക. അതായത് നാരങ്ങ കൊണ്ട് സീസൺ ചെയ്യാം, നെല്ലിക്ക ചേർക്കാം, ക്യാപ്സിക്കം ചേർക്കാം, ക്യാരറ്റ് പോലുള്ള വൈറ്റമിൻസ് റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാം. ഫ്രൂട്ട്സ് ആണെങ്കിൽ നമ്മൾ സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായിട്ട് നമ്മൾ ഡിന്നർ എടുക്കേണ്ടത് ഒരു 7:30 to 8 നേരത്തെ ഡിന്നർ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡിന്നർ എപ്പോഴും വളരെ ലൈറ്റായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. നോൺ വെജ് ഐറ്റംസ് അല്ലെങ്കിൽ ഹൈ ഫാറ്റ് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കുക. ഇത് നമ്മുടെ ഡൈജഷനെ ഇൻ്റർഫെയർ ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ രാത്രിയിൽ വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കഞ്ഞി, അതല്ലെങ്കിൽ ഗോതമ്പ് ദോശ, ഓട്ട് മീൽ പോലുള്ള നമുക്ക് കഴിക്കാൻ എളുപ്പത്തിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കാം. ഇതിൻ്റെ കൂടെ ചെറുപയർ, കടല, എഗ് വൈറ്റ് പോലുള്ള കാര്യങ്ങളോ അതല്ലെങ്കിൽ വെജിറ്റബിൾ കറിയോ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. നോൺ വെജ് ഐറ്റംസും അതുപോലെ തന്നെ ഹൈ ഫാറ്റി ആയിട്ടുള്ള പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഒരുപാട് ഉപ്പുള്ള കാര്യങ്ങൾ, അതുപോലെ ഒരുപാട് മസാലയുള്ള കാര്യങ്ങൾ, ഒരുപാട് ഷുഗറി ഫുഡ്സ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കൂട്ടും. അത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കോവിഡ് റിക്കവറി പീരീഡിൽ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. നമുക്ക് മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും, റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഡയറ്റ് റെഗുലേറ്റ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഓരോ മീൽസിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം പുതിനയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത്, ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ത്രോട്ട് ഇൻഫെക്ഷൻ, നമുക്ക് ഡ്രൈ കഫ് ഒക്കെ ഉണ്ടെങ്കിൽ ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം, അതല്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞ ഇളം ചൂടുവെള്ളം ഒക്കെ കുടിക്കുന്നതും തൊണ്ട ഉപ്പ് വെള്ളം വെച്ച് ഗാർഗിൾ ചെയ്യുന്നതൊക്കെ നമുക്ക് ഈ ഒരു സിംറ്റംസിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഈ ഒരു ഡയറ്റിൻ്റെ കൂടെ തന്നെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ക്ഷീണം കുറയ്ക്കാനും പെട്ടെന്ന് റിക്കവറി തരാനും ഒക്കെ ഹെൽപ്ഫുള്ളാണ്. നേരത്തെ പറഞ്ഞ അളവിൽ നിങ്ങൾക്ക് വെള്ളം എടുക്കാം. ഇതിൽ വെള്ളമായിട്ട് എടുക്കുന്നതിന് പുറമെ ഇളനീര് കൂട്ടാം. അതുപോലെ തന്നെ നല്ലതരം സൂപ്പുകൾ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് ചിക്കൻ സൂപ്പ്, മട്ടൻ സൂപ്പ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ വെജിറ്റബിൾ സൂപ്പ്, പയറിനങ്ങൾ കൊണ്ടൊക്കെ സൂപ്പ് ഡെയിലി ഒരു കപ്പെങ്കിലും എടുക്കാം. വേഗമായിട്ട് ശ്രദ്ധിക്കുക. തണുത്ത ജ്യൂസുകൾ, തണുത്ത സോഫ്റ്റ് ഡ്രിങ്ക്സ്, കോള, പെപ്സി പോലുള്ള പാക്കറ്റ് ഫുഡ് ഐറ്റംസും ഒക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ചിലപ്പോൾ ഇൻഫ്ലമേഷൻ കൂട്ടാനും നമ്മുടെ ഈ ഒരു ഡ്രൈ കഫ്, ത്രോട്ട് പെയിൻ ഒക്കെ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രോപ്പർ എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും 30 മിനിറ്റ് നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് നോക്കുക. ഹെവി ആയിട്ടുള്ള എക്സസൈസ് എടുത്ത് നമ്മുടെ ശരീരം ഒരുപാട് ക്ഷീണിക്കുന്ന തരത്തിലുള്ള എക്സസൈസ് ചെയ്യാതിരിക്കാൻ. പിന്നെ നമ്മൾ നല്ലൊരു സ്ലീപ്പ് കിട്ടാനായിട്ട് ശ്രദ്ധിക്കുക. 7 to 8 മണിക്കൂർ ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഒരു ദിവസം ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വൈറ്റലായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ വെയിൽ കൊള്ളുന്നത്. നമുക്ക് എന്തെങ്കിലും വൈറ്റമിൻ ഡി ലോസ് ഉണ്ടെങ്കിൽ അത് തരാനായിട്ടും ഈ വെയിൽ കൊള്ളുന്നത് ഹെൽപ്പ് ചെയ്യും. അറ്റ്ലീസ്റ്റ് ഒരു 15 to 20 മിനിറ്റ്സ് ഒരു ദിവസം വെയിൽ കൊള്ളുക. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഫുഡിലൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് എടുക്കാവുന്നതാണ്. അതൊരു ഡോക്ടറുടെയോ ഡയറ്റീഷ്യൻ്റെയോ ഹെൽപ്പോട് കൂടി നമുക്ക് ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് തീരുമാനിച്ച് കഴിക്കും. സമയത്ത് ഒരുപാട് കോവിഡ് കേസസ് കൂടി വരുന്ന സമയത്ത് ഈ ഒരു വീഡിയോ റിലവൻ്റ് ആണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങളുടെ കമൻസും റെസ്പോൺസും സജഷൻസ് ഒക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ലിനുസ് ഡയറ്റ് പ്ലാൻ.